വയനാട്ടിലെ ദുരന്തഭൂമിയിൽ വീട് നിർമ്മിച്ചു നൽകാൻ ഡിവൈഎഫ്ഐയുടെ കാരുണ്യയാത്ര സംഘടിപ്പിച്ചു. 25 വീടുകളാണ് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്നത്. ഇതിന്റെ ഫണ്ട് കണ്ടെത്താൻ തിരുമേനി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കാരുണ്യ ബസ് യാത്ര സംഘടിപ്പിച്ചത്. AKR, മൈക്രോൺ എന്നീ ബസ്സുകളുടെ സഹകരണത്തോടെയാണ് കാരുണ്യയാത്ര നടത്തിയത്. തിരുമേനിയിൽ നിന്നും ഓട്ടം തുടങ്ങുന്ന 2 സ്വകാര്യ ബസ്സുകളാണ് ഒരു ദിവസത്തെ പണം ഡിവൈഎഫ്ഐക്ക് നൽകിയത്. ജനങ്ങൾ ഇതിനോട് നല്ല സഹകരണമാണ് കാണിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. വയനാട് ജില്ലയിലെ മുണ്ടക്കൈ, ചൂരൽമല മേഖലകളിലുണ്ടാക്കിയ ഉരുൾപൊട്ടൽ നമ്മുടെ ഏവരെയും മനസ്സിനെ സ്വാധീനിച്ച സംഭവമാണ്. അപ്പം നിരവധി നൂറുകണക്കിന് ആൾക്കാർക്കാണ് ആ ദുരന്തത്തിൽ ജീവനും സ്വത്തും ഉൾപ്പെടെയുള്ളവ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐ ആ മേഖലയിൽ 25 വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വ്യാപകമായിട്ട് ആക്രി പെറുക്കിയും മീൻ വിൽപ്പന നടത്തിയും ഇതേപോലെ സാന്ത്വന യാത്രകൾ നടത്തിയിട്ടുമാണ് ആ 25 വീടുകൾക്ക് ആവശ്യമായ പണം സ്വരൂപിക്കുന്നത്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ തിരുമേനി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് 2 ബസ്സുകൾ സാന്ത്വന യാത്രയുമായിട്ട് പുറപ്പെട്ടിട്ടുള്ളത്. മൈക്രോൺ, AKR എന്നീ ബസ്സുകളാണ് നമ്മുടെ സാന്ത്വന യാത്രയുമായിട്ട് ഇന്ന് സഹകരിച്ചിട്ടുള്ളത്. സാധാരണ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കളക്ഷനുകൾ ഈ പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ സാന്ത്വന യാത്രയുടെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്നതായിട്ടുണ്ട്. ഏറെ എന്താ പറയുക, അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നായാലും അവരുടെ പ്രതികരണം ഉണ്ടായാലും നമുക്ക് പൂർണ്ണമായി സംതൃപ്തി നൽകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഡിവൈഎഫ്ഐയുടെ ഈ സതുദ്ദേശത്തെ എല്ലാ നാട്ടുകാരും നാടൊന്നാകെ പൂർണ്ണമായും ഏറ്റെടുത്ത ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്.